എവിടെ പോനെ? ബർത്ത്ഡേ എവിടെ പോനെ? നമ്മള് എവിടെ പോനെ? ഇങ്ങോട്ട് പറ, അവിടെ പറ. എവിടെ പോനെ? അമ്പലത്തിൽ പോന്നെ പറ. അമ്പലത്തിൽ പോയിട്ട് വരാൻ പറ. ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഇത് എരന്തല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞങ്ങളും ഈ ഒരു ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. മഴ തോരാൻ കാത്തിരുന്ന് നമ്മൾ ഇനിയും സമയം വൈകും കേട്ടോ. ഇന്ന് മോളുടെ 2ാം പിറന്നാളാണ്. കഴിഞ്ഞ പിറന്നാളിൽ നമ്മൾ വന്നത് അരുണേട്ടൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ചിന്നു, ടുട്ടൂസ് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവരൊക്കെ വീട്ടിലെത്തുന്നതേ ഉള്ളൂ. എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ വഴിത്തിരിവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ വെച്ചായിരുന്നു. പിന്നെ 2ാമത്തെ വഴിത്തിരിവാണ് അനുവിൻ്റെ കൈ പിടിച്ച് നടന്നു പോകുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ലൈഫിനെ ആകെ മാറ്റിമറിച്ച ഒരാളായിരുന്നു അല്ലൂസ്. മിക്കവാറും പേരും അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ. കല്യാണം കഴിയുന്ന പോലെയുള്ളൊരു ലൈഫല്ലല്ലോ നമ്മൾ പാരൻസ് ആയി കഴിയുമ്പോൾ. അമ്പലത്തിൽ പോയി പറ, ഭയങ്കര മഴയല്ലേ. മഴക്കാലത്ത് എപ്പോഴും ഇവിടെ നല്ല തെന്നലായിരിക്കും കേട്ടോ. ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്നു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മൈക്ക് ഇല്ലാത്തതുകൊണ്ടൊക്കെ ഭയങ്കര സൗണ്ടിന് ഭയങ്കര ഇതായിരിക്കും. ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സൗണ്ട് കറക്റ്റ് കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. മഴ ആയതുകൊണ്ട് ഫുള്ള് നനഞ്ഞു കേട്ടോ. നമ്മൾ തരാം. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്, ബർത്ത്ഡേൻ്റെ ഈവനിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഉണ്ടാവുക. ഡെക്കറേഷനൊക്കെ നേരത്തെ തുടങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ തുടങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. ചിന്നുവിൻ്റെ പ്ലാനിങ് ആണ് എല്ലാ കാര്യങ്ങളും. ചിന്നു, കിങ്ങിണി, അതുപോലെ തന്നെ അനു ഒക്കെ ഉണ്ട്. ഡെക്കറേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ബൈ ചിന്നു. കോർഡിനേഷൻ, പിന്നെന്താ പറയാ അതിന്, അയ്യോ അത്ര. ഇതൊന്നും ഇവിടെ അല്ല കേട്ടോ സെറ്റ് ചെയ്യുന്നത്. തറവാട്ട് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അതെന്താ അപ്പൊ എന്റെ വലിയ പറഞ്ഞു ഞാൻ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായി സ്വന്തം ഭാര്യക്ക് സെയിം ഇവിടെ ഞാൻ കണ്ടതോ. പിന്നെ ഒരു ഇച്ചിരി 1/2 മണിക്കൂറിനിടെ ഫാന് വലിച്ച് പറഞ്ഞു കളഞ്ഞ് പിന്നെ അതിന്മേൽ ഒരു പണിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ എൻ്റെ ശക്തമായ എതിർപ്പിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സംഭവം മാറ്റിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് പെട്ടെന്ന് എടുത്ത് കാണിക്കും. അപ്പം നമുക്കതിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മറിച്ചതായിട്ട് എല്ലാവർക്കും മനസ്സിലാവുമല്ലേ ഉള്ളൂ. ഇനി ഫോട്ടോ കോർണറാണ് കേട്ടോ. നമ്മൾ ഈ രീതിയിലല്ല നേരത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സീലിങ്ങിൽ ഒട്ടിച്ചിട്ട് തൂക്കിയിടാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ സാങ്കേതിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സമയത്തിൻ്റെ അപര്യാപ്തത മൂലവും നമ്മൾ ആ പ്ലാനിങ് ഒഴിവാക്കി. എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം വ്ളോഗിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഡെക്കറേഷൻ കാര്യങ്ങൾ. കുഞ്ഞിലേ മുതൽ അവൾക്ക് മധുരത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പുളിയോട് എരിവിനോടൊക്കെയാണ് താല്പര്യം. പിന്നീട് അമ്മ കൊടുത്ത കേക്ക് അവൾ കഴിച്ചില്ല കേട്ടോ. അത് മധുരം താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പൊതുവേ ഇത്തരം ആഘോഷങ്ങളിലൊന്നും അമ്മയ്ക്ക് വേണ്ട വലിയ താല്പര്യമുള്ളതല്ല കേട്ടോ. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് അവർക്ക് തന്നെയായിരുന്നു നിർബന്ധം ആഘോഷിക്കണം എന്നുള്ളത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ അന്നാണ് കേട്ടോ. പുതിയൊരു തുടക്കം ആവട്ടെ എന്ന് കരുതി. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഡ്രസ്സായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോർട്സ് വീഡിയോ എന്ന് പറയുന്നത്. ഇതും ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ. ഇതിൻ്റെയും ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ആരാ ഗിഫ്റ്റ് കൊടുക്കുന്നേ? ഇനി ആരാ ഗിഫ്റ്റ്
ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇനി ആരും ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ? അല്ലു താങ്ക് യു പറ. അവിടെ 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 താങ്ക് യു പറ. ഈ ഒരു സെലിബ്രേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഫോട്ടോ കോർണറാണ് കേട്ടോ. അല്ലൂസിൻ്റെ കുഞ്ഞിലെ മുതലുള്ള ഫോട്ടോസും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം പേരുള്ള എടുത്ത് നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണത്. ഇതെൻ്റെ ട്വിന്നി ഫ്രണ്ട്സാണ് കേട്ടോ, റിറ്റി ആൻഡ് റിന്നി. ഇവരെക്കുറിച്ച് നേരത്തെ ഷോർട്സിന് റീൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡെലിവറി ജേർണിയിൽ ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരാളാണ് റിറ്റി കേട്ടോ. റിറ്റി മാത്രമല്ല അവളുടെ ഫാമിലിയും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാമേ. ഇത് ഞങ്ങളുടെ റിലേറ്റീവ്സാണ് കേട്ടോ, മാമനും ചെറിയമ്മേൻ്റെ ഫാമിലിയാണ്. ഇനി ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് നമ്മൾ, പക്ഷേ ഇതൊരു വലിയൊരു ഫംഗ്ഷൻ ആക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ എല്ലാ ഫംഗ്ഷനിലും ഒത്തുകൂടുന്ന ആൾക്കാരാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും ആഘോഷങ്ങളും കാര്യങ്ങളും മാത്രമേ ഇവർ പോസ്റ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. അതും നമ്മൾ പിടിച്ച് നിർത്തണം. അമ്മയും ചെറിയമ്മയൊക്കെ വീഡിയോസിൽ ചിരിച്ച് കാണുന്നത് തന്നെ വല്ലപ്പോഴുമാണ് കേട്ടോ. ഇത് ഞങ്ങളെ നിയറസ്റ്റ് നെയ്ബറായിട്ടുള്ള മാണിച്ചേരനാണ് കേട്ടോ. ഇത് ഞങ്ങളെ സ്വന്തം ഷിയാവുക്കാൻ്റെ ഫാമിലിയാണ്. ഷിയാവുക്ക് ആ ഒരു ടൈമിൽ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഫാമിലി ആയിട്ട് ഫോട്ടോയോ വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവരൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ എല്ലാമായ മണിയേട്ടനാണ് കേട്ടോ. അമ്മയുടെ വലിയൊരു കൈസഹായിയാണ് ആൾ. രാവിലെ മുതൽ എല്ലാ കാര്യത്തിനും ഞങ്ങൾ സഹായിക്കുന്ന ആളാണ്. ഇത് ഞങ്ങൾ അടുത്തടുത്ത വീടാണെന്നുണ്ടെങ്കിലും ഒരു വീട് പോലെ കഴിയുന്ന ആൾക്കാരാണ് കേട്ടോ, കിങ്ങിണി ആൻഡ് ഫാമിലി. എൻ്റെ ഷോർട്സിലൊക്കെ കിങ്ങിനെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. എനിക്ക് കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്ന സമയത്ത് സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് കിട്ടിയ കുറച്ച് ആൾക്കാരാണ് ഇവരൊക്കെ കേട്ടോ. കിങ്ങിണിയോട് എനിക്ക് ഒരുപാട് കടപ്പാടുകൾ വേറെയുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, വേറൊരു വീഡിയോ പറയുന്ന സമയത്ത് എല്ലാവരെയും കുറിച്ച് പറയാം. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് രാഗിയും മുത്തും കേട്ടോ. പക്ഷേ രാഗിക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ചെറിയമ്മയുടെ ഫാമിലിയാണ് കേട്ടോ. ചിന്നുവും ടുട്ടൂസൊക്കെ ചെറിയമ്മയുടെ മക്കളാണ്. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മോനൂട്ടൻ ഈ ഒരു ഫാമിലിയുമായി ബന്ധമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും മോനൂട്ടൻ അവിടെ ഇരിക്കാതെ അല്ലൂസ് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവനെ കൂടി പിടിച്ചിരുത്തി. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങിൽ പ്ലാൻ ചെയ്ത് ഇത്ര വരെ എത്തിയത് ചിന്നുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ. അടുത്ത വർഷം ഈ ഒരു സമയം ചിലപ്പോഴേ അവളിവിടെ ഉണ്ടാവുള്ളൂ. കാരണം അവൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്തോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ നമുക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ആഘോഷിക്കാം, ഒരു മെമ്മറി ആയിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞോളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും പ്ലാൻ ചെയ്തതൊക്കെ. ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതിന് ഞാൻ 5-6 ദിവസം കഴിഞ്ഞിട്ടാട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലും ലേറ്റ് ആവും. ഒരുപാട് പേരൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് ഇതിവിടെ കിടക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.